ഇന്ന് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു മീൻ വറുത്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ അയില എടുത്തിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്മേൽ മസാല തേച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അയിലയിലോട്ട് ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ടൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ടൊരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുമാതിരി തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതുമാതിരി തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുമാതിരി തന്നെ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അയില പീസുമേലേക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വരഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഈ മസാല എല്ലാം ഈ ഫിഷുമ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാനുള്ള പാൻ വയ്ക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മീനിനൊരു ഫ്ലേവറും കിട്ടും. അതുമാതിരി തന്നെ മീൻ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ക്ലീനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ പീസുകൾ വെച്ച് കൊടുക്കാം. ഫിഷ് നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഓരോ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തുള്ള കാരണം കൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ഈ ഫിഷ് ഫ്രൈൻ്റെ. ഇപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ എല്ലാ സൈഡും കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഗരം മസാലപ്പൊടി അതുമാതിരി ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ ചേർത്തിട്ടുള്ള കാരണം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഫിഷ് ഫ്രൈക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.